ഹലോ മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു കലണ്ടർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായി നമുക്ക് എന്താക്കാം, ഇതിന്റെ ആൻസർ കണ്ടെത്താം. മക്കളെ, ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു സ്ക്വയർ, ഒരു കലണ്ടറിന്റെ ഒരു ഭാഗത്തുള്ള ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതിൽ 4 നമ്പേഴ്സ് ഉണ്ട്. 4 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ കോണോട് കോൺ വരുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയുടെ വ്യത്യാസം, അവയുടെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഏതാണെന്നാണ് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിനോട് ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവ ഏത് സ്ക്വയർ, കലണ്ടറിലെ ഏത് ഭാഗത്ത് വരുന്ന ഒരു ചെറിയ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം വ്യത്യാസമാണോ, സെയിം ഡിഫറൻസ് ആണോ വരാമെന്ന് ചോദിച്ചത്. മക്കളെ, വളരെ സിമ്പിളായി നമുക്ക് എന്താക്കാം, ഇതിന്റെ ആൻസർ ചെയ്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് എല്ലാവരും നല്ലോണം നോക്കുക. മക്കളെ, ഇതാണ് എൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ആള്. 4 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. ഡയഗണൽ എലമെന്റ്സ്, കോണോട് കോൺ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 4ഉം 12ഉം ആണ്. പിന്നെ വേറെ 2 എലമെന്റ്സ് ആരൊക്കെയാണ്? 11ഉം 5ഉം ആണ്. അപ്പൊ ഈ 2 ആൾക്കാരുടെ, ഈ 2 സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണിച്ചിട്ടുള്ള വാല്യൂസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം 4ഉം 12ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. 4 × 12 നമുക്ക് എന്ത് കിട്ടി മക്കളെ? 48 എന്ന് കിട്ടി. 48. നെക്സ്റ്റ് വരുന്ന ആളാരാ? 11ഉം 5ഉം ആണ്. 11 × 5, 11 × 5 = 55. ഇപ്പൊ 2 കോണോട് കോൺ വരുന്ന ഡയഗണൽ എലമെന്റ്സിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇവയുടെ വ്യത്യാസം, ഡിഫറൻസ് എത്ര നമുക്ക് നോക്കാം. 55 - 48 മക്കളെ എത്ര കിട്ടിയടാ? 7 എന്ന് കിട്ടി. 7 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് ഏത് കലണ്ടറിലെ ഏത് ഭാഗത്തുള്ള സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം ആൻസർ ആണോ കിട്ടാന്നാ ചോദിച്ചത്. അല്ലെങ്കിൽ 7 തന്നെയാണോ കിട്ടുക, അല്ലെങ്കിൽ നമ്പേഴ്സ് മാറുമോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. മക്കളെ, വളരെ സിമ്പിൾ ആയി നമുക്ക് എന്താക്കാം, കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം ഈ 4 വരുന്ന ഭാഗത്തുള്ള നമ്പറിന് x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ എന്തായിട്ട് മാറും? x+1 ആയിട്ട് മാറും. നോക്കിക്കേ, 4ഉം 5ഉം തമ്മിലുള്ള ബന്ധം എന്താ? 4നേക്കാൾ 1 കൂടുതലാണ് ആര്? 5 എന്ന് പറയുന്ന ആള്. അപ്പൊ ഇത് x ആണെങ്കിൽ ഇയാൾ എന്തായിട്ട് മാറും? x+1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ താഴെയുള്ള ആൾ എന്തായിട്ട് മാറും? 4നോട് എത്ര കൂട്ടിയാലാണ് 11 വരാ? 4നോട് 7 കൂട്ടിയാലല്ലേ. അപ്പൊ ഈ താഴെയുള്ള നമ്പർ എത്ര വന്നു? 4നോട് അല്ലെങ്കിൽ എക്സിനോട് 7 കൂട്ടുക, x+7 ആയിട്ട് മാറി. തൊട്ടടുത്ത നമ്പറോ ഇവിടെ 11 ആവുമ്പം ഇത് 12 ആണ്. x+7നോട് എഗെയിൻ 1 കൂട്ടിയാൽ മതി. അപ്പൊ x+8 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ആൾജിബ്ര വെച്ചിട്ട്, ബീജഗണിതം വെച്ചിട്ടാണ് എന്താക്കേണ്ടത്, ഇത് കാണിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഡിഫറൻസ്, എപ്പോഴും വ്യത്യാസം എത്രയായിരിക്കും? 7 ആണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താക്കാം, ഡയഗണൽ എലമെന്റ്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഡയഗണൽ എലമെന്റ്സ് ആരൊക്കെയാണ്? എക്സും x+8ഉം. രണ്ടാമത്തെ ഡയഗണൽ എലമെന്റ്സോ x+7ഉം x+1ഉം. നമുക്ക് ഇവരെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. x × x+8 ഒന്നാമത്തെ ഡയഗണൽ എലമെന്റ്സ്. x × x+8 എത്ര വന്നു മക്കളെ? x² + 8x. എങ്ങനെയാടാ? x × x സ്ക്വയർ ആയിട്ട് മാറി. x × 8 8x ആയിട്ട് മാറി. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഇനി അടുത്ത് വരുന്ന ഡയഗണൽ എലമെന്റ്സ് ആരൊക്കെയാണ്? x+7ഉം x+1ഉം. ഈ 2 ആൾക്കാരെ നമുക്ക് എന്താക്കാം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. x+7 × x+1 = മക്കളെ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ ചെയ്യാം? ദാ x × x എത്ര കിട്ടി? x² എന്ന് കിട്ടി. നെക്സ്റ്റ് വരുന്നത് x × 1 ചെയ്യണം. x × 1 എത്ര വന്നു? x തന്നെ വന്നു. ഇനി നെക്സ്റ്റോ ഈ ഒരു 7 ഉണ്ട്. ഈ എക്സിന്റെ പരിപാടി കഴിഞ്ഞു, നീ ഇയാളെ നോക്കണ്ട. അടുത്ത് വരുന്ന 7 ഉണ്ട്. 7 × x എത്ര വന്നു? 7x + 7x. നെക്സ്റ്റ് വരുന്ന അവസാനത്തെ ആള് 7 × 1. 7 × 1 എത്ര? 7 തന്നെയാണ്. എല്ലാ ആൾക്കാരുടെയും മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു, ആഡ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി. ഈ ആൻസർ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി എഴുതാൻ പറ്റും. എങ്ങനെ? x² അതേപോലെ എഴുതി വെക്കാം. പക്ഷെ ഇവിടെ നോക്കിയേ മക്കളെ, x+7x എത്ര x ആയിട്ട് മാറും? 8x ആയിട്ട് മാറും. +8x +7 അവസാനം വരുന്ന 7. ഇനി മക്കൾ ഇതാ ഈ 2 ഇക്വേഷനും ഒന്ന് നോക്കിക്കേ. ഇവയുടെ വ്യത്യാസം 7 ആയിരിക്കൂലേ, 7 ആയിരിക്കൂലേ? നിങ്ങളൊന്ന് നോക്കിയിട്ട് ആൻസർ ആയിട്ട് 7 ആണെങ്കിൽ ആണെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, എന്നാൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഏകൻ ക്ലാസ് 8 ചാനൽ നിങ്ങൾ കാണുക. ഓക്കെ, എന്നാൽ മക്കളെ, സീ യു ദെൻ.